സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 50 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? വിസരണമാണ് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. വിസരണം. ഏത് മൂലകത്തിന്റെ അറ്റോമിക നമ്പറാണ് 100? ഏത് മൂലകത്തിന്റെ അറ്റോമിക നമ്പറാണ് 100? ഫെർമിയത്തിന്റെ അറ്റോമിക നമ്പറാണ് 100. ബിഗ് ഇഞ്ച് ഏത് രാജ്യത്തെ പെട്രോളിയം പൈപ്പ് ലൈൻ ആണ്? ബിഗ് ഇഞ്ച് എന്നത് ഏത് രാജ്യത്തെ പെട്രോളിയം പൈപ്പ് ലൈൻ ആണ്? USA ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. USA. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെ? ചെന്നൈ ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് ചെന്നൈ. ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? തന്നിരിക്കുന്ന പ്രസ്താവനകൾ 1956 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥാപനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമാണ് SIDBI. LIC, ഇൻഷുറൻസ് കമ്പനികൾ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ ഈ പട്ടികയിൽ പെടുന്നു. ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3 മാത്രം. 1, 3 മാത്രം. 1956 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥാപനം LIC, ഇൻഷുറൻസ് കമ്പനികൾ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ ഈ പട്ടികയിൽ പെടുന്നു. അടുത്ത ചോദ്യം: 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യമേത്? 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ചിലി ആണ്. ചിലി. 2026 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് USA, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലായിട്ടാണ്. USA, മെക്സിക്കോ, കാനഡ. അടുത്ത ചോദ്യം: കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം ഏത്? കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം? നീലാംബരിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. നീലാംബരി. ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകം രചിച്ചത് ആര്? പുസ്തകത്തിന്റെ പേര് ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം. രചിച്ചത് ആരാണ്? മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ്. മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം സ്കർവിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സ്കർവി. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാഗമായ സെറിബ്രത്തെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായവ തെരഞ്ഞെടുത്തെഴുതുക. സെറിബ്രത്തെക്കുറിച്ച് തന്നിരിക്കുന്നു: പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. സെറിബ്രത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 3 മാത്രം. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അടുത്ത ചോദ്യം: കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ് ആണ്. കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏതാണ്? ഹരിതഗൃഹവാതകം
തന്നിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, ഹീലിയം, ഓക്സിജൻ എന്നിവയാണ്. ഹരിതഗൃഹവാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മെനിഞ്ചൈറ്റിസ് രോഗം മനുഷ്യ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? മെനിഞ്ചൈറ്റിസ് ബാധിക്കുന്നത് തലച്ചോറിനെയാണ്. മെനിഞ്ചൈറ്റിസ് ബാധിക്കുന്നത് തലച്ചോറിനെയാണ്. ഐക്യരാഷ്ട്രസഭയുടെ 27ാമത് കാലാവസ്ഥ ഉച്ചകോടിക്ക് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? ഐക്യരാഷ്ട്രസഭയുടെ 27ാമത് കാലാവസ്ഥ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഈജിപ്ത് ആണ്. ഓപ്ഷൻ സി, ഈജിപ്ത്. 2022 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ച രോഗമേത്? 2022 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച രോഗമാണ് മങ്കി പോക്സ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, മങ്കി പോക്സ്. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം. ഓപ്ഷൻ എ ആണ് ഉത്തരം, കോൺവെക്സ് ദർപ്പണം. ജലത്തിന്റെ സാന്ദ്രത. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ജലത്തിന്റെ സാന്ദ്രത. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മൊബൈൽ ചാർജ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം. മൊബൈൽ ചാർജ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റമാണ് വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ട് മാറുന്നു. വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ട് മാറുന്നു. സ്വാഭാവിക റബ്ബറിന്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുവാനായി അതിൽ ചേർക്കുന്ന പദാർത്ഥം. സ്വാഭാവിക റബ്ബറിന്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുവാനായി അതിൽ ചേർക്കുന്ന പദാർത്ഥമാണ് സൾഫർ. ഓപ്ഷൻ ബി, സൾഫർ. ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനസിംഗ് പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനസിംഗ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. ഓപ്ഷൻ സി, സിക്കിം. ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഒലിവർ ഡീമൻ. ഓപ്ഷൻ സി, ഒലിവർ ഡീമൻ. എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, O ഗ്രൂപ്പ്. ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇലക്ട്രോകാർഡിയോഗ്രാം ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഇലക്ട്രോകാർഡിയോഗ്രാം. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായിട്ട് രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായിട്ട് രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ഓപ്ഷൻ സി, ഹീമോഫീലിയ. രക്തദാനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാം. 18നും 60നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തം ദാനം ചെയ്യരുത്. രക്തദാനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ഓപ്ഷൻ സി ആണ് ഉത്തരം, 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ സി 2, 3 എന്നിവ ശരിയാണ്. അടുത്ത ചോദ്യം, ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്? ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക.
തന്നിരിക്കുന്നു. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ ബാക്ടീരിയകളാണ്. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസുകളാണ്. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ ഫംഗസുകളാണ്. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ ആൽഗകളാണ്. ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസുകളാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ ഏതിൻ്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാകുന്നത്? പഞ്ചസാരയുടെ അളവ് സാധാരണയേക്കാൾ കൂടുതൽ ആകുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇൻസുലിൻ്റെ അഭാവം മൂലമാണ്. ഇൻസുലിൻ്റെ അഭാവം. ആന്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആന്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ്. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ആണ്. ശ്രീമതി വീണ ജോർജ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ? ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ? എയ്ഡ്സ് ആണ്. എയ്ഡ്സ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. കോവിഡ്-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? കോവിഡ്-19 കാരണമായ രോഗാണുക്കൾ വൈറസ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്? നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നുമാണ്. അയർലൻഡ്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂടി ചേർത്ത ഭേദഗതി ഏതാണ്? മൗലിക ചുമതലകൾ കൂടി ചേർത്ത ഭേദഗതി 42ാം ഭേദഗതിയാണ്. 42 മൗലിക ചുമതലകൾ. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? മൗലിക അവകാശങ്ങൾ ഭാഗം 3. ഓപ്ഷൻ ബി ഭാഗം 3. നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്? നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഹേബിയസ് കോർപ്പസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഹേബിയസ് കോർപ്പസ്. നാട്യശാസ്ത്രം എഴുതിയതാര്? നാട്യശാസ്ത്രം ഭരതമുനിയാണ്. ഓപ്ഷൻ ബി ഭരതമുനി. 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് ആരാണ്? 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് താത്തിയോ തോപ്പിയാണ്. താത്തിയോ തോപ്പി. തോമസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തോമസ് കപ്പ് ബാഡ്മിൻ്റൺ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ബാഡ്മിൻ്റൺ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പ്. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം. തന്നിരിക്കുന്നു. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനമുണ്ടായി. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉമാണ് ശരി. 1, 3. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനമുണ്ടായി. ഖുദായ് ഖിദ്മത്ത് ഗാർഡ്സ് എന്ന സംഘടനയുടെ സ്ഥാപകൻ? ഖുദായ് ഖിദ്മത്ത് ഗാർഡ്സ് എന്ന സംഘടനയുടെ സ്ഥാപകൻ
ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. 1937 പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെന്റ് രൂപീകരിച്ചത്? 1937 പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെന്റ് രൂപീകരിച്ചത്? 7 പ്രവിശ്യകളിലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, 7. പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് ആര്? പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് മുഹമ്മദ് അലി ജിന്നയാണ്. ഓപ്ഷൻ ബി, മുഹമ്മദ് അലി ജിന്ന. നയി താലിം എന്ന വിദ്യാഭ്യാസ ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നയി താലിം ഗാന്ധിജിയാണ്. ഗാന്ധിജി. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരാത്തത് തിരിച്ചറിയുക. തന്നിരിക്കുന്നു ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, ദുർഗാപൂർ ബ്രിട്ടൻ, ഭിലായ് ജപ്പാൻ, റൂർക്കേല ജർമ്മനി. ചേരാത്തത് തിരിച്ചറിയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി 3. ഭിലായ് സ്ഥാപിച്ചത് ആരുടെ സഹായത്തോടെയാണ്? സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് ഭിലായ് ഇരുമ്പുരുക്ക് ശാല സ്ഥാപിച്ചത്. സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, ദുർഗാപൂർ ബ്രിട്ടൻ, റൂർക്കേല ജർമ്മനി, ഭിലായ് സോവിയറ്റ് യൂണിയൻ. അവസാനത്തെ ചോദ്യം. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച്. ആരുടെ മരണത്തെക്കുറിച്ചാണ്? ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ആരാണ് ഇപ്രകാരം പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക, മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്